അതേപോലെ മരിച്ചുപോയ ആൾക്ക് വേണ്ടി ചില സംഗതികൾ ചെയ്യാൻ ചോദിച്ചപ്പോൾ നബി ചോദിച്ചു, എൻ്റെ ഉമ്മ കടമുണ്ടെങ്കിൽ നീ വീട്ടിയെ വീടുമോ? വീടും. എന്നാൽ പിന്നെ അള്ളാഹ്ക്കുള്ള കടമാണ് വീട്ടായിട്ടും നല്ലത്. ഫദൈനുല്ലാഹി ഹഖ്ഖുൻ യുഖ്ളാ. ഒരു സംഗതി ബാധ്യതയുള്ള ഒരു അമലി അത് ഞാൻ നോമ്പ് നോറ്റ് വിട്ടട്ടെ എന്ന് വെച്ചപ്പോൾ എൻ്റെ ഉമ്മ കടമുണ്ടെങ്കിൽ നീ വീട്ടിയെ വീടൂലേ ചോദിച്ചു. അത് വീടും. എന്നാൽ പിന്നെ അള്ളാഹ്ക്കുള്ള കടം വീട്ടിക്കാള് എന്ന് പറഞ്ഞു. അത് ഖിയാസാണ്. സ്ഥിരപ്പെട്ട ഒന്നിനോട് മറ്റൊന്നിനെ ഖിയാസാക്കി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹജ്ജ് ചെയ്യാതെ മരിച്ചാളും പറഞ്ഞു, എൻ്റെ ഉമ്മക്ക് ഹജ്ജ് ചെയ്യാനുള്ള ബാധ്യത എത്തി, പക്ഷെ എൻ്റെ ഉമ്മ ഹജ്ജ് ചെയ്തിട്ടില്ല. പക്ഷെ ഉമ്മ പിന്നെ മരിച്ചുപോയി. അവിടെ ഞാൻ ഹജ്ജ് ചെയ്യട്ടെ ഉമ്മക്ക് വേണ്ടി. അപ്പോഴും നബി ഇതേ ചോദിച്ചത്, എൻ്റെ ഉമ്മ കടം വീട്ടാനുണ്ടെങ്കിൽ നീ വീട്ടിയെ വീടൂലേ? വീടും. എങ്കിൽ അള്ളാഹുവിൻ്റെ കടമാണ് വീട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തൻ്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ ഇയാളും നല്ല ചൊറുക്കുണ്ട്, ഭാര്യ നല്ല ചൊറുക്കുണ്ട്, കുട്ടി നല്ല കാർത്തിട വന്നത്. അപ്പോൾ ഇയാൾക്ക് സംശയം, എന്താ എൻ്റെ കുട്ടിയല്ലേ, എൻ്റെ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ആവാൻ സാധ്യതയില്ല. അപ്പോൾ നബിയെടുത്തൊന്ന് നബിയോട് പറഞ്ഞു, എന്താ നബിയെ എൻ്റെ ഭാര്യ പ്രസവിച്ചു, പക്ഷേ എനിക്ക് ആ കുട്ടിനെ കണ്ടിട്ട് അതിൻ്റെ കുട്ടിയെ തോന്നുന്നില്ല, എനിക്ക് അവളെ കാര്യത്തിൽ സംശയമുണ്ട്. അവരെ ചോദിച്ചാൽ എനിക്ക് ഒട്ട കണ്ടു ചോദിച്ചാൽ ഒട്ട കണ്ട്. അപ്പോൾ നിറം എന്താ ചോദിച്ചു? നിറം പറഞ്ഞു. അല്ലെങ്കിൽ കുട്ടികളെ കഥ നിറമാണ് ചോദിച്ചു. അല്ല, ഒട്ടത്തിലെ കുട്ടി വേറെ വലുതുണ്ട് പറഞ്ഞു. അതെങ്ങനെ ചോദിച്ചു? അത് സാധാരണ ഉണ്ടാകലുണ്ട്, എന്നാൽ ഇതുണ്ടാകലുണ്ട്. അത് അപ്പോൾ അത് ഖിയാസാണ്, അതൊരു ഖിയാസ്. അപ്പം നബിതങ്ങളുടെ കാലത്ത് തന്നെ നബി ആ ശൈലി സ്വീകരിച്ച് പോന്നിട്ടുണ്ട് എന്നർത്ഥം. സ്വഹാബിമാരിൽ നിന്നും അങ്ങനെ പല രംഗത്തും ഖിയാസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു പിന്നെ സക്കാത്ത് കൊടുക്കാത്ത ആളോട് ഞാൻ യുദ്ധം ചെയ്യും എന്നാണ്. സക്കാത്ത് കൊടുക്കാത്ത ആളോട് ഞാൻ യുദ്ധം ചെയ്യും. അപ്പോൾ ഉമർ ഖത്താബ് ചോദിച്ചല്ലോ, എങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചാൽ പിന്നെ യുദ്ധം ചെയ്യാൻ അവകാശമില്ലല്ലോ. അപ്പോൾ സിദ്ദീഖ് പറഞ്ഞത് എന്താണ്? നിസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വേർതിരിക്കുന്നവരോട് ഞാൻ ഏറ്റുമുട്ടുക തന്നെ ചെയ്യും. അപ്പം നിസ്കരിക്കാൻ തയ്യാറുണ്ട്, എന്നാൽ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് വിടൂല. അപ്പോൾ നിസ്കരിക്കാത്ത ആളെ കൊല്ലലാണ് ഹുക്മ്. നിസ്കരിക്കാത്ത ഒരാളെ കൊല്ലുക ഇസ്ലാമിൻ്റെ കോടതിയിൽ, ഇസ്ലാമിക രാജ്യത്ത് അതാണ് പിന്നെ വിധി. എങ്കിൽ അത് തന്നെയാണ് ഇതിനും ബാധകം. ഖിയാസാക്കി അത് വെച്ചിട്ടാക്കി. സുദീഖ് ഖലീഫയാക്കിയപ്പോൾ എന്താ മാനദണ്ഡം പറഞ്ഞത്? നബി ജീവിച്ചിരിപ്പുള്ള കാലത്ത് തന്നെ നബി നിസ്കാരത്തിൽ ഇമാമുർത്തിയത് അദ്ദേഹത്തെയാണ്, അതുകൊണ്ട് നമുക്ക് ഇമാമാവാൻ യോഗ്യൻ അദ്ദേഹമാണ്. അത് സ്വഹാബത്തിൻ്റെ ഒരു ഖിയാസാണ്. ഇജ്മാഉണ്ട്, അത് ഖിലാഫത്തിൽ ഇജ്മാഉണ്ട്, പക്ഷെ അതിനെ ഒരു അടിസ്ഥാനമായി സ്വീകരിച്ചത് ഖിയാസാണ്. അപ്പോൾ ഈ സ്വഹാബികൾ നബി ഒക്കെ ഈ ഖിയാസ് എന്ന ശൈലിയെ സ്വീകരിച്ചിട്ടുണ്ട്. പിൽക്കാലത്തുള്ള ഫുഖഹാക്കൾ ഐക്യകണ്ഠനയായി അംഗീകരിച്ച് പോന്നിട്ടുമുണ്ട്. ഏതായിരുന്നാലും 4 പ്രമാണങ്ങൾ: 1 ഖുർആന്, 2 സുന്നത്ത്, 3 ഇജ്മാഅ്, 4 ഖിയാസ്. 4 ഒരേ നിലവാരമാണോ? അല്ല. ഖുർആനും സുന്നത്തും അടിസ്ഥാന പ്രമാണമാണ്, ഇജ്മാഉം ഖിയാസും അനുബന്ധ പ്രമാണമാണ്. അപ്പോൾ ഖുർആനിൽ വ്യക്തമായി പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഹദീസിൽ വ്യക്തമായി പഠിപ്പിച്ചു, പിന്നെ ഇജ്മാഉം ഖിയാസിനും യാതൊരു സ്ഥാനവും ഇല്ല. ഖുർആനോ ഹദീസോ ഇല്ലാത്തപ്പോൾ മാത്രമാണ് ഇജ്മാഇലേക്ക് പോകുന്നത്, അതുമില്ലാത്തപ്പോഴാണ് ഖിയാസിലേക്ക് പോകുന്നത്. വിശ്വാസകാര്യങ്ങളിൽ ഖിയാസില്ല, വിശ്വാസകാര്യത്തിൽ ഖിയാസില്ല. ആരാധനാ കാര്യങ്ങളിൽ ഖിയാസില്ല. അപ്പോൾ സുബ്ഹി 2 ആണെങ്കിൽ ദുഹറും 2 പോലെ ആ ഖിയാസ് പറ്റില്ല, അത് ഖിയാസില്ല. ഇബാദാത്ത്, ഫസ്റ്റ് ക്ലാസ് പറഞ്ഞത് ഇബാദാത്ത് മുആമലാത്ത്. ഇബാദാത്തിന് അസ്ല് ഹറാം, മുആമലാത്തിന് അസ്ല് ഹലാൽ. ആരാധനാ മുറകൾ അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്ത ഒന്നും ചെയ്യാൻ പാടില്ല. പഠിപ്പിച്ചതെന്തോ അതുമാത്രം. മുആമലാത്തിൽ എല്ലാം ചെയ്യാം, പാടില്ലെങ്കിൽ അതാണ് പഠിപ്പിക്കുക. പാടില്ലെങ്കിൽ പാടില്ല എന്ന് പഠിപ്പിച്ചു തരും. പാടില്ല എന്ന് പറയാത്തതൊക്കെ പാടുണ്ട്. ആരാധനകളിൽ ചെയ്യാൻ പറയാത്തതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇബാദാത്തുകളിൽ ഖിയാസ് ഉണ്ടാവില്ല, അത് വഹിയേ ഉള്ളൂ. അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, ഇല്ലെങ്കില്ല. അവർ പുതിയ നിസ്കാരം കൊണ്ടുവന്നു, പുതിയ നോമ്പിടുന്നു, എന്താ അപ്പോൾ ഈ നോമ്പ് വയ്ക്കാൻ പറ്റില്ല എന്ന് മറ്റേ നോമ്പുകൾ നോക്കില്ലേ? അത് ചോദിക്കാൻ പറ്റില്ല. മിറാജ് നോമ്പ് നോറ്റൂടെ, കാരണം തിങ്കളാഴ്ച നോമ്പ് വയ്ക്കണില്ലേ? അത് തെളിവാക്കാൻ പറ്റില്ല. അവിടെ ഖിയാസില്ല. ആരാധനാ കാര്യങ്ങളിൽ ഖിയാസില്ല. ഇജ്മാഉം ഇല്ല, അത് ഇജ്മാഇല്ലല്ലോ, അത് പഠിപ്പിച്ച് കഴിഞ്ഞു. അത് അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞതിൽ അതാണ് 1ാം സ്ഥാനം. ഇനി അതിൽ പിന്നില്ല. ഈ വിഷയങ്ങളിൽ അടിസ്ഥാനമാണ് അന്ന് പഠിപ്പിച്ചത്. അൽ-യൗമ അക്മൽതു ലക്കും എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ ഉണ്ടാകുമ്പോൾ എല്ലാ മസ്അലയും പഠിപ്പിച്ചു പോയി എന്നല്ല, അത് ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഫിഖ്ഹിൽ ഇനിയും പുതിയ പുതിയ ഗവേഷണങ്ങൾ വരും, പുതിയ തീരുമാനങ്ങൾ കൊടുക്കേണ്ടി വരും. മനുഷ്യൻ പുരോഗമിക്കും തോറും കർമ്മശാസ്ത്ര വിഷയത്തിൽ ഒരുപാട് പുതിയ ഏരിയകൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിനെല്ലാമുള്ള അടിസ്ഥാനം അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് അക്മൽതു ലക്കും ദീനക്കും. അല്ല എല്ലാ മസ്അലയും ഖുർആനിൽ ഹദീസിലുണ്ടെന്നല്ല.
എല്ലാ മസ്അലക്കുമുള്ള അളവുകോല് ഖുർആനിലും ഹദീസിലുമുണ്ട്. അത് വെച്ചുകൊണ്ട് ഇതിനൊക്കെ തീരുമാനം പറയാൻ പാടുള്ളൂ. എന്നാൽ എല്ലാ മസ്അലയും പഠിപ്പിച്ചോ? ഇല്ല. അത് ഇനിയും പുതിയ പുതിയ മസ്അലകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം 4 പ്രമാണങ്ങളാണ് മുസ്ലിം ഉമ്മത്ത് പൊതുവെ സ്വീകരിച്ചു പോകുന്ന പ്രമാണങ്ങൾ. അത് 2 അടിസ്ഥാന പ്രമാണം, ബാക്കി 2 അനുബന്ധ പ്രമാണം. ഈ 4 മുസ്ലിമീങ്ങളുടെ പ്രമാണം എന്ന് പറയുന്നത്. അസ്ലതാണ്. ആ പ്രമാണത്തിലുണ്ടോ നമുക്കത് സ്വീകരിക്കാം, ഇല്ലേ അത് സ്വീകാര്യമല്ല.